സാംസ് 136 136 സങ്കീർത്തനത്തിൻ്റെ പാർട്ട് 3 ആണ്. പാർട്ട് 1 and 2 1, 2, 3, 4 അത്രയും വാക്യങ്ങളെ എടുത്തുള്ളൂ. 136 തന്നെത്താനെ വീട്ടിലിരുന്ന് വായിക്കുക. ഞാൻ ഈ പറഞ്ഞു കഴിയുമ്പോൾ ഒരു ഒഴുക്ക്, ആത്മാവിൻ്റെ ഒഴുക്ക് അവിടെ വരുന്നുണ്ട്. എത്ര 26 പ്രാവശ്യം അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്, അവൻ്റെ ദയ എന്നേക്കുമുള്ളതിലാണ് നമ്മുടെ ഏറ്റവും വലിയ ശക്തി. പക്ഷേ ദയ കിട്ടണമെങ്കിൽ അടുത്ത് ചെല്ലണ്ടേ? ദൂരെ ഇരിക്കുന്നവരെങ്ങനെ ദയ വാങ്ങിക്കുന്നത്? അതുകൊണ്ട് നമുക്ക് അവൻ്റെ അടുക്കലേക്ക് ലെറ്റ് us approach the throne of grace with confidence to receive grace and mercy in time of our need. അതിനാൽ കൃപാസനത്തിലേക്ക് ധൈര്യസമേതം കടന്നു വരിക. എപ്പോഴാണ്? അവൻ്റെ അടുക്കൽ വന്നിട്ട് അവൻ്റെ അനുഗ്രഹം പ്രാപിച്ചെടുക്കാൻ. അത് ദി ഹോളി ഓഫ് ഹോളി, അതിവിശുദ്ധ സ്ഥലം തുറന്നു വെച്ചിരിക്കുക. പക്ഷെ നമ്മൾ കൃപയിലേക്ക് കടന്നു വരണം. ഒരൊറ്റ കണ്ടീഷനുള്ളൂ, വിനയം. ദൈവമേ, ഞാൻ നിൻ്റെ അടുക്കൽ കടന്നു വരാം. എത്ര പാപമോ ബലഹീനതയോ കുറവോ കുറ്റങ്ങളോ ഒക്കെ നമുക്കും കാണും, മറ്റുള്ളവർ പറഞ്ഞും കാണും, ഇരിക്കട്ടെ, പക്ഷെ ഞാൻ നിൻ്റെ അടുക്കൽ. അതിനുള്ള വിനയം, അതായത് യു ഷുഡ് പാസ് ദ ടെസ്റ്റ് ഓഫ് ഷെയിം. ഞാൻ അങ്ങനെ പലയിടത്തും എഴുതിയിട്ടുണ്ട്. അതായത് ഇഫ് യു ക്യാൻ പാസ് ദ പോയിൻ്റ് ഓഫ് ഷെയിം യു ആർ ഫ്രീ ഇൻ ക്രൈസ്റ്റ്. ഞാൻ പണ്ടെങ്ങാണ്ട് എഴുതി വെച്ചതാണ്. ഇഫ് യു ക്യാൻ പാസ് ദ പോയിൻ്റ് ഓഫ് ഷെയിം, അതായത് ഇനി നമുക്കങ്ങ് നാണംകേടാണ്, അയ്യോ അതങ്ങനെയാണ്, അങ്ങനെയൊന്നും ചിന്തിക്കുക. അതൊക്കെ എന്ത് നാണംകേട്? നമ്മുടെ ഈ ജഡം ഒഴുകിപ്പോകുന്ന ജഡം കൊണ്ട് വല്ലതൊക്കെ ചെയ്തിട്ടെങ്കിൽ അത് ക്ഷമിച്ചു തരാൻ കർത്താവിൻ്റെ രക്തത്തിന് കഴിയും. അതുകൊണ്ട് ഇതും പറഞ്ഞുകൊണ്ട് മാറി നിൽക്കാതെ ഏതവസ്ഥയിലാണെങ്കിലും യേശുവിൻ്റെ അടുക്കലേക്ക് കടന്നു വരാൻ തയ്യാറാണോ? അപ്പം 136 വീണ്ടും എടുക്കുകയാണ്. അവ യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുന്നവൻ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുള്ളത്. ദൈവാദി ദൈവത്തിന് സ്തോത്രം ചെയ്യുവീൻ, അവൻ്റെ ദയ എന്നേക്കുള്ളത്. കർത്താവിന് സ്തോത്രം ചെയ്യുവീൻ, അവൻ്റെ ദയ എന്നേക്കുള്ളത്. ഏകനായി മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവന് എൻ്റെ ദയ എന്നേക്കുള്ളത്. 5 ജ്ഞാനത്തോടെ ആകാശത്ത് പിന്നെ മുഴുവനും ഭൂമിയും ഭൂതലത്തിനെ എല്ലാം ഉണ്ടാക്കിയതാണ്. പക്ഷെ ഏകനായി മഹാത്ഭുതങ്ങൾ ചെയ്തവനെന്നുള്ളതിന് 2 ക്രോണിക്കിൾസ് 2 ദിനവൃത്താന്തം 20-ാം അധ്യായം എടുക്കുകയാണ്. ബറാഖ താഴ്വരയുടെ അവസ്ഥയാണ് ഇത്. മിക്കവരും കേട്ടിട്ടുള്ളതായിരിക്കണം. 2 ദിനവൃത്താന്തം 20-ാം അധ്യായത്തിൽ ബറാഖ താഴ്വരയുടെ അവസ്ഥ എന്ന് പറയുമ്പോൾ വചനത്തിനകത്ത് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. യഹോശാഫാത്ത് എന്ന് പറഞ്ഞ ഒരു യഹൂദൻ്റെ ഇസ്രായേലിൻ്റെ രാജാവിനെതിരായിട്ട് 3 രാജാക്കന്മാർ ഒന്നിച്ച് യുദ്ധത്തിന് വരികയാണ്. അവർ വരുന്നവരാരൊക്കെയാണ്? മോവാബ്യരും അമ്മോന്യരും അവരോടുകൂടെ മെയൂന്യരിൽ ചിലരും യഹോശാഫാത്തിന് നേരെ യുദ്ധത്തിന്. 3 പേരൊന്നിച്ച് ദൈവമക്കൾക്കെതിരായിട്ട് യുദ്ധം ചെയ്യാൻ വരികയാണ്. ദൈവമക്കൾക്ക് വലിയ ഗുണമൊന്നുമില്ല, പക്ഷെ ഒന്നുമല്ല, ദൈവത്തിൻ്റെ മക്കളാണ്. അവർക്കെതിരായിട്ട് യുദ്ധം ചെയ്യാൻ വരുമ്പോൾ ഇവർ നമ്മുടെ സത്യദൈവത്തിനെ അവഹേളിക്കുകയാണ്. അപ്പം യഹോശാഫാത്തിന് ഭയം വന്നു. കാരണം 3 പേരൊന്നിച്ച് വന്ന് എങ്ങനെ വരും? അതുകൊണ്ട് അങ്ങനെ തന്നെ വചനം എഴുതിയിരിക്കുന്നത്. 3-ാം വാക്യം 2 ദിനവൃത്താന്തം 20-3. യഹോശാഫാത്ത് ഭയപ്പെട്ടു, യഹോവയെ അന്വേഷിപ്പാൻ താല്പര്യപ്പെട്ടു, യഹൂദയിലൊക്കെയും ഒരു ഉപവാസം പ്രഖ്യാപിച്ചു. കണ്ടോ? ഉടനെ തന്നെ നിസ്സഹായ അവസ്ഥയിൽ ദൈവത്തോടെ ഉപവാസിക്കും. ദൈവത്തിൻ്റെ അടുക്കിലേക്ക് വസിക്കാൻ ഓടിച്ചെല്ലുകയാണ്. കർത്താവേ, എനിക്ക് ഉപദേശം വേണം, ഇതിനകത്ത് എങ്ങനെ ഞാൻ യുദ്ധം ജയിക്കുമെന്ന് അറിയത്തില്ല. യഹോവയോട് സഹായം ചോദിപ്പാൻ യഹൂദ്യർ ഒന്നിച്ചുകൂടി. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മുടെ ഇലക്ഷൻ ടൈമിൽ, അതുപോലെ നമ്മുടെ സമൂഹത്തിൽ ഓരോ ആവശ്യങ്ങൾ വരുമ്പോൾ നമ്മൾ അങ്ങോട്ടും ഇന്ന് യുദ്ധം ചെയ്തിട്ടൊന്നും ആവശ്യമില്ല. നമ്മൾ ഒന്നിച്ച് ഏക മനസ്സിലൊന്ന് പ്രാർത്ഥിക്കും. ചില സഭകളിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, അവർ രാജ്യത്തിൻ്റെ പ്രമാണി അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ പ്രൈം മിനിസ്റ്റർ, പ്രത്യേകിച്ച് CSI ചർച്ച് ഞാൻ കാണാറുണ്ട്. അവരുടെ ചർച്ചിൽ പിന്നെ അന്ന് ഭരിക്കുന്ന പ്രൈം മിനിസ്റ്റർക്ക് വേണ്ടി, ചീഫ് മിനിസ്റ്റർക്ക് വേണ്ടി, അവിടെയുള്ള അധികാരികൾക്ക് വേണ്ടിയൊക്കെ ഒരു പേർ ചൊല്ലി പ്രാർത്ഥിക്കുന്ന ചില ചർച്ചുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാൽ എല്ലായിടത്തും ചെയ്യുന്നില്ല. പക്ഷെ അതൊരു നല്ല കാര്യമാണ്. കാരണം ഏക മനസ്സോടുകൂടി ദൈവസന്നിധിയിലേക്ക് കൊണ്ടുവിടുക. യഹോശാഫാത്ത് അതാണ് ചെയ്തത്. സഹായം ചോദിക്കുകയാണ്. 3 ശത്രുക്കൾ ഒന്നിച്ച്, 3 രാജാക്കന്മാർ അവരുടെ ശക്തിയിൽ നമുക്കെതിരായിട്ട് വരുമ്പോൾ യഹോശാഫാത്ത് എന്നാ ചെയ്തതെന്ന് നോക്കിക്കേ. അങ്ങനെ യഹോശാഫാത്ത് യഹോവയുടെ ആലയത്തിൽ പുതിയ പ്രാകാരത്തിൻ്റെ മുമ്പിൽ യഹൂദയുടെയും യെരൂശലേമിൻ്റെയും സഭാമധ്യേ നിന്നുകൊണ്ട് പറഞ്ഞതെന്തെന്നാൽ, ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ
യഹോവേ, നീ സ്വർഗസ്ഥനായ ദൈവമല്ലോ. നീ ജാതികളുടെ സകല രാജ്യങ്ങളെയും ഭരിക്കുന്നുവല്ലോ. ആർക്കും എതിർപ്പാൻ കഴിയാത്ത ശക്തിയും പരാക്രമവും നിനക്കുണ്ടല്ലോ. ഞങ്ങളുടെ ദൈവമേ, നീ നിന്റെ ജനമായ ഇസ്രായേലിൻ്റെ മുമ്പിൽ നിന്ന് ഈ ദേശത്തിലെ നിവാസികളെ നീക്കിക്കളഞ്ഞത് നിന്റെ സ്നേഹിതനായ അബ്രഹാമിന് സന്തതിക്ക് ശാശ്വതമായി കൊടുത്തുവല്ലോ. അപ്പോൾ ദൈവം അവരുടെ പിതാക്കന്മാർക്ക് ചെയ്തിട്ടുള്ള നന്മകൾ വിളിച്ചു പറഞ്ഞ് ദൈവത്തെ ഓർപ്പിക്കുകയാണ്. ദൈവത്തിനതൊക്കെ അറിയത്തില്ല, നമ്മുടെ ഓർമ്മയ്ക്ക് വേണ്ടി ദൈവം ഓർത്തു. അങ്ങനെ അവർ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ, ഉപവാസം കഴിയുമ്പോഴത്തേക്ക് അവിടെയുള്ള ഒരു ലേവ്യൻ്റെ മേലെ പരിശുദ്ധാത്മാവ് വന്നിട്ട്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് ഉത്തരം തരുന്നത്. പരിശുദ്ധാത്മാവ് വന്നിട്ട് ഇങ്ങനെയാണ് പറയുന്നത്. അപ്പോഴത്തേക്ക് യഹസിയേൽ എന്ന ഒരു ലേവ്യൻ്റെ മേലാണ് വാക്യം 15 പകുതി. യഹോവ ഇപ്രകാരം നിങ്ങളോട്, ഒരാളിൽ ആത്മാവ് വന്നിട്ട് പറയുകയാണ്. ഒരാളിൽ പരിശുദ്ധാത്മാവ്, ഈ ഓരോ വരങ്ങളുണ്ട് ഓരോരുത്തർക്ക്. സീയർ വര, അതായത് ദൈവത്തെ നേരിട്ട് കാണാൻ, ദൈവശബ്ദം കേൾക്കുക, അതൊക്കെ പ്രവാചകന്മാർ, ഇതൊക്കെ വരങ്ങളാണ്. അല്ലാതെ നമ്മളാരും നേടിയെടുക്കുന്നതല്ല. നേടിയെടുക്കുക എന്ന് പറഞ്ഞാൽ ചിലപ്പം തീക്ഷ്ണമായ ആഗ്രഹം ഇട്ടെന്നിട്ട് ചോദിച്ചു വാങ്ങിക്കുക എന്നാണ്. പക്ഷെ ജന്മനാ ഈ കൃപകൾ ദൈവം ഇട്ട് തന്നിട്ടുള്ളതാണ് നമ്മൾ ഈ വലുതാക്കിയെടുക്കുന്നത്. അങ്ങനെ ഈ അവിടെ ഉണ്ടായിരുന്ന പ്രവാചകൻ വന്നിട്ട് എന്താ വിളിച്ചു പറയുന്നത്? ഈ വലിയ സമൂഹ നിമിത്തം ഭയപ്പെടരുത്, ഭ്രമിക്കരുത്. യുദ്ധം നിങ്ങളുടേതല്ല, ദൈവത്തിൻ്റേതത്രേ. നാളെ അവരുടെ നേരെ ചെല്ലുവീൻ. ഇതാ അവർ സീസ് കയറ്റിൽ നിന്ന് കയറി വരുന്നു. ഈ പടയിൽ പൊരുതുവാൻ നിങ്ങൾക്ക് ആവശ്യമില്ല. ഏകനായി മഹാത്ഭുതം ചെയ്യുന്നവൻ. യഹൂദ യെരൂശലേമിനെ ആയുള്ളവയെ നിങ്ങൾ സ്ഥിരമായി നിന്ന് യഹോവ നിങ്ങൾക്ക് വരുത്തുന്ന രക്ഷ കണ്ടുകൊള്ളു. ഭയപ്പെടരുതേ, ഭ്രമിക്കരുത്. നാളെ അവരുടെ നേരെ ചെല്ലുമ്പോൾ യഹോവ നിങ്ങളുടെ കൂടെ ഉണ്ട്. അപ്പോൾ യുദ്ധം യഹോവയ്ക്കുള്ളതായി മാറുന്നത്. അങ്ങനെ യുദ്ധം ദൈവം ഏറ്റെടുക്കുകയാണ്. അങ്ങനെ യുദ്ധത്തിൽ എന്ത് ചെയ്യുക? അവർ ശത്രുക്കൾ അന്യോന്യം യുദ്ധം ചെയ്ത് എല്ലാം നശിപ്പിച്ചിട്ട് അവർ ഒറ്റയൊരെണ്ണം പോലും ജീവനോടെ പോയത് എല്ലാവരും ദൈവം നശിപ്പിച്ചെന്നാണ് പറയുന്നത്. 24 പറയുന്നത്, യഹൂദ്യർ മരുഭൂമിയിലെ കാവൽ ഗോപുരത്തിനേറി എത്തിയപ്പോൾ അവർ പുരുഷാരത്തെ നോക്കി. എല്ലാ ശത്രുക്കളും നിലത്ത് ശവങ്ങളായി കിടക്കുന്ന കണ്ട് ഒരുത്തനും ചാടിപ്പോയില്ല, എല്ലാവരും മരിച്ചു. നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ വിളിച്ചുകൊണ്ട് വരുന്ന ദൈവത്തിൻ്റെ മുൻപിൽ ഒരു ശക്തിക്കും പക്ഷെ വിളിക്കേണ്ടി വരും. ദൈവത്തെ സ്തുതിക്കണം. ദൈവത്തിൽ നിന്ന് ഉത്തരം കിട്ടുന്ന, പലപ്പോഴും ഉത്തരം കിട്ടുന്നവരെ അല്പം മുമ്പ് നമ്മൾ ഇട്ടേച്ചു കൊടുക്കും. വയ്യാർത്താണ്. അതുപോലെ യുദ്ധം മുൻപോട്ട് വരുന്നതോറും യുദ്ധത്തിന് ശക്തി കൂടും. മുമ്പിൽ നിൽക്കുന്നവർക്കാണല്ലോ പലപ്പോഴും ഈ നമ്മൾക്ക് കുന്തം കൊണ്ട് ചാകേണ്ടതും യുദ്ധത്തിന് മുമ്പിൽ നിൽക്കുന്നവർക്കാണ് തോക്ക് കൊണ്ട് വെടിവെച്ചാലും മരിച്ചു പോകുന്നത്. അപ്പം മുമ്പിൽ നിൽക്കുന്നവർക്ക് കൂടുതലാണ്. അങ്ങനെ തന്നെയാണ് നമ്മൾ ഇട്ടേച്ചു പോകുന്നതിൻ്റെ റീസണാണ്, അയ്യോ വഹിക്കാൻ വയ്യ. പലപ്പോഴും ആ സന്ദർഭങ്ങളിൽ ആരുടെയെങ്കിലും ഒരു സഹായം, നമ്മൾ നിൽക്കുക, വിട്ടുകളയല്ലേ, ഉറച്ച് നിൽക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ നിൽക്കുക, അല്ലെങ്കിൽ നമ്മൾ വീണു പോകും. അതുകൊണ്ടാണ് ഇവൻ്റെ ഈ ശാശ്വത ഭുജം, ഈ അടിയിലോട്ട് പോകുമ്പോൾ നമ്മൾ പറയുന്നത് കർത്താവിൻ്റെ ശാശ്വത ഭുജം അത്ര താഴ്ത്തി വന്ന് നമ്മളെ പൊക്കിയെടുക്കുന്നതുകൊണ്ടാണ് നമ്മൾ നിൽക്കുന്നത്. ആ ദൈവത്തിൻ്റെ മുഖം കണ്ടവർ വേറെ എങ്ങും നോക്കത്തില്ല. അവർ നിലത്ത് ശവങ്ങളായി കിടക്കുന്നുണ്ട്, ഒരുത്തനും ചാടിപ്പോയില്ല. യഹോശാഫാത്തും അവൻ്റെ പടജ്ജനും അവരെ കൊള്ളയിടുവാൻ വന്നപ്പോൾ അവരുടെ ഇടയിൽ അനവധി സമ്പത്തും വസ്ത്രവും വിശേഷ വസ്തുക്കളും കണ്ടെത്തി. തങ്ങൾ ചുമപ്പാൻ കഴിയുന്നതിലധികം ഊരിയെടുത്തു. കൊള്ള അധികമായതുകൊണ്ട് അവർ 3 ദിവസം കൊള്ളയിട്ടുകൊണ്ടിരുന്നു. 4-ാം ദിവസം അവർ ബെറാഖ താഴ്വര ഒന്നിച്ചുകൂടി. അവർ അവിടെ യഹോവയ്ക്ക് സ്തോത്രം ചെയ്തതുകൊണ്ട് ആ സ്ഥലത്തിന് ഇന്നുവരെ ബെറാഖ താഴ്വര എന്ന് പേരിട്ടു. എന്താണ്? 3 ദിവസത്തോളം ഇവരുടെ കൊള്ളകൾ എടുത്തിട്ട് തീർന്നില്ല. അവ എന്തുമാത്രം സാധനമാണ്, എത്ര പേരെ ഒന്നിച്ചെടുക്കുന്നതെന്ന് ആലോചിച്ച്. അങ്ങനെ ചെയ്യുന്ന ഒരു ദൈവം നമുക്കില്ലേ? നമ്മൾ മറന്നുപോയോ ഈ ദൈവത്തെ? ആ ദൈവത്തിന് ഇന്നും നമ്മുടെ കാര്യങ്ങൾക്ക് ഇറങ്ങി വരാൻ നമ്മൾ വിളിക്കുന്നില്ല. വിശ്വാസികളാകുന്ന നമ്മൾ ഓരോ ചട്ടക്കൂട്ടിനകത്ത് എറിയിച്ച് ഇതെൻ്റെ അതെന്നും പറഞ്ഞ് നമ്മൾ അംഗീകരിക്കുകയാണ്. ഞാൻ ഓർക്കുന്നുണ്ട്, സൗദി അറേബ്യ വെച്ച് ലോകത്തിലേക്കും വലിയൊരു കമ്പനിയാണ് അറാംകോ, സൗദി അറാംകോ, അതായത് ഓയിൽ കമ്പനിയാണ്. സോ ദ കംഫർട്ട്സ് ആർ വെരി വെരി ഹൈ. എല്ലാം ഫ്രീ ആയിട്ട് കിട്ടും, ഒരു പ്രശ്നവുമില്ല. അങ്ങനെ ചെയ്യും. അപ്പോൾ ഞാൻ ഒരു പ്രാവശ്യം നമ്മുടെ കൂട്ടത്തിൽ ഒരു 5-8 പേര് ഞങ്ങൾ ഒന്നിച്ച് എപ്പോഴും കൂടുമായിരുന്നു. വെള്ളിയാഴ്ചയാണ് അവധി. ഒരു ദിവസം ഞാനിങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, കർത്താവേ, ഈ കംഫർട്ട് സോൺ, അതായത് നമ്മളിങ്ങനെ സുഖിച്ചിരിക്കുന്നത് ഒന്ന് ഇളക്കണം. കാരണം ഇതല്ല റിയൽ ലൈഫ്. ഇവിടെ പ്രായമുള്ളവരില്ല, അസുഖമുള്ളവരില്ല,
എല്ലാത്തിനും സുഖം സുഖം സുഖം. ഇതാണല്ലോ ഇത് കണ്ടു വളർന്ന പിള്ളേർ പിന്നെ ദൈവത്തെ പോലും അറിയാതെ. അപ്പോൾ ഞാൻ ഇത് ശരിയാകത്തില്ല. അപ്പോൾ ഞാൻ ഈ കംഫർട്ട് സോൺ എന്ന് വെച്ചാൽ നമ്മുടെ ഈ സുഖമായിട്ടുള്ള ഇതൊന്ന് അടിച്ചു പൊളിക്കണേ എന്ന് തന്നെ പ്രാർത്ഥിച്ചാൻ. അത് കഴിഞ്ഞപ്പോൾ കൂടെ ഇരുന്ന് എൻ്റെ കൂട്ടുകാർ പറഞ്ഞു, അയ്യോ അങ്ങനെ എന്തിനാണ് പ്രാർത്ഥിച്ചത്? അങ്ങനെ പ്രാർത്ഥിച്ചാൽ എനിക്ക് പേടിയാണ്. ഞാൻ പറഞ്ഞു ആത്മാവ് അങ്ങനെ പ്രാർത്ഥിക്കാൻ തോന്നിപ്പിച്ചു, ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചെന്ന് തന്നെ പറഞ്ഞു. അങ്ങനെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ദൈവം ഞങ്ങളെ 4-5 ഫാമിലിയെ ലോകത്തിൻ്റെ നാനാഭാഗത്തേക്ക് പറഞ്ഞു വിട്ടു. ഇന്നും അവർ ഓരോരുത്തർ എവിടെയാണോ അവിടെയെല്ലാം അവർ ദൈവത്തിൻ്റെ ആത്മാവിൽ തന്നെയാണ് നിൽക്കുന്നത്. കാരണം എന്താ? ദൈവം തമ്പുരാൻ ആരെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കാതെ ജീവിക്കുന്നത് വെറുതെയുള്ള ജീവിതമാണ്. നമുക്ക് ഒരു ദിവസമേ ഉള്ളെങ്കിലും ദൈവത്തിൻ്റെ നാമത്തിൽ ജീവിക്കുമ്പോൾ ദൈവത്തിൻ്റെ വാടാത്ത കിരീടം, ജീവകിരീടം, തേജസ്സിൻ്റെ കിരീടം, ദൈവത്തിൻ്റെ നീതിയുടെ കിരീടം, ഇതൊക്കെ തലയിൽ വെപ്പിച്ചു തരുന്ന ദൈവമാണ്. അതൊന്നും ഭൗമികമായ കണ്ണുകൊണ്ട് ആർക്കും കാണാൻ സാധിക്കത്തില്ല. ഇതൊക്കെ ദൈവത്തോടുള്ള ഉറ്റ ബന്ധമുള്ള മക്കൾക്ക് ദൈവം ഈ റിവാർഡ്സ് എല്ലാം അല്ലെങ്കിൽ ഈ കിരീടങ്ങളെല്ലാം തൻ്റെ മക്കൾക്ക് തരാനാണ് അപ്പച്ചൻ വെച്ചിരിക്കുന്നത്. എത്ര പേര് നമ്മുടെ മക്കളെ അങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്. കർത്താവേ, നമ്മുടെ കുഞ്ഞുങ്ങൾ നേർവഴിക്ക് വന്നിട്ട് നിന്നോട് ചേർന്ന് നിന്ന് നിൻ്റെ കൃപയിൽ നിന്നുകൊണ്ട് നിൻ്റെ മഹത്വത്തെ വിളിച്ചു പറയാൻ. ഈ മേരി കോവൂർ അവരുടെ മകന് പിന്നെ ഈ ബ്രെയിൻ ഇങ്ങനെ വലുതാകുന്ന വെള്ളത്തിൻ്റെ അങ്ങനത്തെ ഒരു അസുഖമായിരുന്നു. എന്നിട്ട് അവരെപ്പോഴും പ്രാർത്ഥിച്ച് അവന് ഒരു നല്ല മിടുക്കനായ ഒരു ന്യൂറോ സർജനായി മാറിക്കുമ്പോൾ അവർ പറയാറുണ്ട്, കണ്ടോ പിശാച് എൻ്റെ മകൻ നിൽക്കുന്നതെന്ന് ചോദിക്കാനുള്ള ധൈര്യം. എത്ര ധൈര്യമാണ് ആ സ്ത്രീയെ. അവരെ ഞാൻ കൂടെ ഒരു പ്രാവശ്യം വചനം കേട്ടിട്ടുള്ളൂ, അറിയാതെ എങ്ങനെയാണ് വന്നു. പക്ഷേ എൻ്റെ മനസ്സിൽ നിന്ന് അതൊരിക്കലും മാറത്തില്ല. കാരണം അത്ര ധൈര്യമായിട്ട് അവർക്ക് പറയാൻ ഒക്കുമായിരുന്നു, ഒരു അസുഖം എൻ്റെ മകനെ ഉപദ്രവിക്കത്തില്ലെന്ന്. എത്ര പേര് സ്ത്രീകൾ മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിച്ചെന്ന വചനം എഴുതിയിരിക്കുന്നത് അല്ലേ എബ്രായ ലേഖനത്തിൽ, അല്ലല്ലേ 11 അങ്ങനെ എഴുതിയിട്ടില്ലേ? നമുക്കെന്തുകൊണ്ട് പല കാര്യങ്ങളും മരിച്ച അവസ്ഥയിൽ നിന്ന് ജീവനുള്ളവരിലേക്ക് കൊണ്ടുവരാൻ ജീവിപ്പിക്കാൻ കഴിവുള്ള യഹോവ ഇസ്രായേലിൻ്റെ ശത്രുക്കളെ യുദ്ധം ചെയ്ത് എന്ന് കേട്ടപ്പോൾ യഹോവ ഇസ്രായേലിൻ്റെ ശത്രുക്കളോടെ യുദ്ധം ചെയ്തു എന്ന് കേട്ടപ്പോൾ ദൈവത്തിൻ്റെ ഭീതി ആ ദേശങ്ങളിലെ സകല രാജ്യങ്ങളിന്മേലും വന്നു. ഇങ്ങനെ അവൻ്റെ ദൈവം ചുറ്റും വിശ്രമം നൽകിയതുകൊണ്ട് യഹോശാഫാത്തിന് രാജ്യം സ്വസ്ഥമായിരുന്നു. നമുക്കെപ്പോഴാണ് സ്വസ്ഥത കിട്ടുന്നത്? ദൈവം യുദ്ധം ചെയ്യുമ്പോൾ. ലെറ്റ് ഗോഡ് അറൈസ് ആൻഡ് ഹിസ് എനിമീസ് ബി സ്കാറ്റേർഡ്. യഹോവ എഴുന്നള്ളുന്നു, ശത്രുക്കൾ ചിതറിപ്പോകുന്നു. എഴുന്നള്ളിപ്പിക്കാൻ കഴിവുള്ളവരുണ്ട്. ചട്ടവും ചടങ്ങും പറഞ്ഞുകൊണ്ടിരിക്കാതെ വിനയപ്പെട്ട് കർത്താവിൻ്റെ അടുക്കിലേക്ക് ആര് വന്നാലും ഒരു നിബന്ധനയില്ല. പലപ്പോഴും പ്രാർത്ഥിക്കുമ്പം ഒരു കണ്ടീഷനും ഇല്ലാതെ നീ എന്നെ സ്നേഹിക്കുന്നെന്ന് എനിക്ക് മനസ്സിലായതിനാൽ ഞാൻ നിൻ്റെ അടുക്കിലേക്ക് ആയ സ്ഥിതിയിൽ, മേ ബി ഞാൻ നഗ്നയായിരിക്കാം, ഞാൻ ബലഹീനയായിരിക്കാം, കുറവുണ്ട്, ഞാൻ ആയ സ്ഥിതിയിൽ നിൻ്റെ മുമ്പിൽ വരുന്നു എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് നോക്കിക്കേ. കർത്താവ് എഴുന്നള്ളി വന്ന് നമുക്ക് വിടുതൽ തരും. അങ്ങനത്തെ 136 സങ്കീർത്തനം 7 വട്ടം എടുത്ത് 7 ദിവസം വായിച്ച് നോക്കും. പല കാര്യങ്ങളിൽ വിടുതൽ ഞാൻ ആത്മാവിൽ കാണുന്നതാണ്. ഞാനിതെടുത്ത് വായിച്ചുകൊണ്ട് കർത്താവ് ഇങ്ങനെ സ്വർണ്ണത്തിലുള്ള ചെസ്റ്റിനകത്ത്, അതായത് സ്വർണ്ണ നിറത്തിലുള്ള ഒരു പാത്രപ്പെട്ടിക്കകത്ത് കൊണ്ടുവന്നിട്ട് സ്വർണ്ണത്തിൻ്റെ ഡസ്റ്റ് ഇങ്ങനെ വെതറുന്നതായിട്ടാണ് കാണുന്നത്. അത്ര മനോഹരമായിട്ടാണ് 136 സങ്കീർത്തനമൊക്കെ എഴുതി വച്ചിരിക്കുന്നത്. അത് മനസ്സിലാക്കണം. നമ്മൾ പ്രാർത്ഥിക്കാം. നാഥ, നിൻ്റെ മുൻപിലേക്ക് കടന്നു വരുമ്പം ഇത്ര മനോഹരമായിട്ട് ആത്മാവിൽ ഇത്ര സന്തോഷത്തോടുകൂടി 136 സങ്കീർത്തനത്തിലെ യഹോവ നല്ലവനല്ലോ. എത്ര പേര് പറയും നീ നല്ലവനാണെന്ന്. അനുഗ്രഹങ്ങൾ അനുഭവിച്ചേച്ച് തിരിഞ്ഞു നിന്ന് നിനക്കെതിരായിട്ട് പറയുന്ന ഒരു സമൂഹത്തിൻ്റെ നട്ടുക്കാണ് ഞങ്ങൾ നിൽക്കുന്നത്. നന്ദിയുള്ളൊരു ഹൃദയം ഞങ്ങൾക്കില്ല. യു ഹാവ് ടു ക്രിയേറ്റ് ഇൻ എസ് എ ന്യൂ ഹാർട്ട്, എ താങ്ക്ഫുൾ ഹാർട്ട്. അങ്ങനെയല്ലേ ദാവീദ് പറഞ്ഞത്, എനിക്ക് ദൈവമേ നിർമ്മലമായൊരു ഹൃദയം എനിക്ക് നട്ടു തരണമെന്ന്, സ്ഥിരതയുള്ള ഒരു ആത്മാവിനെ തരണമെന്ന്. ദാവീദ് എത്രയോ ദൈവത്തോട് ചേർന്ന് നിന്ന് പാട്ടും പാടി കർത്താവെ ദൈവത്തിന് വേണ്ടി ഇൻസ്ട്രുമെൻറ്റ്സ് ഉപയോഗിച്ചുകൊണ്ടിരുന്ന സിംഹത്തിൻ്റെയും കരടിയുടെയും കയ്യിൽ നിന്ന് ആടുകളെ തൻ്റെ ആത്മീക ബലത്തിൽ രക്ഷിച്ച ദാവീദ് പറയുകയാണ്, കർത്താവെ സ്ഥിരതയുള്ള ഒരാത്മാവിനെ എനിക്ക് തരണമെന്ന്. ഞങ്ങൾക്കൊക്കെ അത് ആവശ്യം.
നിന്നിലൊരു സ്ഥിരതയുള്ള ഒരാത്മാ, അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി നടക്കുന്ന സ്വഭാവമല്ലാതെ ഈ വചനത്തിൽ നങ്കൂരം വെച്ച് ഉറപ്പിച്ച് നിന്ന് മുൻപോട്ട് പോകാൻ ഞങ്ങളെ തലമുറകളായിട്ട് കർത്താവ് ഒരിക്കലും മാറ്റമില്ലാത്ത നിൻ്റെ വചനത്തിൽ ഉറച്ചു നിന്ന് മുൻപോട്ട് പോകാൻ ഞങ്ങളെ പഠിപ്പിക്കുന്നതിന് നന്ദിയോടെ സ്തോത്രം. 136 സങ്കീർത്തനം മുഴുവനും ഏകനായി മഹാത്ഭുതം ചെയ്യുന്നവൻ, ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ചവന്, വെള്ളത്തിൽ നിന്ന് മാറ്റിയവന്, കർത്താവേ ഇസ്രായേൽ ജനതയെ മിസ്രൈമിൽ നിന്ന് രക്ഷിച്ചവന്, അങ്ങനെ 26 നന്മകൾ പറഞ്ഞിട്ട് നിന്നെ സ്തുതിക്കുന്നുവെങ്കിൽ ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ അതിൽ കൂടുതൽ നീ ചെയ്തു തന്നിട്ട് അതിന് നന്ദി പറയുന്നു. തലമുറയുടെ ദൈവം എഴുന്നള്ളി വന്ന് അവരെ കൂടെ നേർവഴിക്ക് കൊണ്ട് നടക്കുന്നത് കണ്ടിട്ട് നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു. അപ്പോൾ ആത്മീയ ഗോളത്തിൽ ജയമെടുത്ത ദൈവത്തിന് മുമ്പിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. നാഥാ, ഇത്ര വലിയ മഹത്തരമായൊരു പദവി ഞങ്ങൾക്ക് ഈ ഭൂമിയിൽ വെച്ച് തന്നിരിക്കുന്നതിന് നന്ദി പറയുന്നത് യേശു ക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ. ആമേൻ.